മഹാരാഷ്ട്രയിലെ ചില മുസ്ലിം സംഘടനകളും ചില സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളും മനുഷ്യാവകാശ പ്രവർത്തകരും ചേർന്ന് ഒരു പുതിയ തരം ടാസ്ക് ഫോഴ്സിന് രൂപം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതായി വാർത്ത കാണുകയുണ്ടായി. ഹെയ്റ്റ് ക്രൈം വിക്ടിംസിനു വേണ്ടി അടിയന്തര സഹായം എത്തിക്കുക, അവർക്ക് നിയമസഹായം നൽകുക, അവർക്ക് ആവശ്യമായ മറ്റ് അതിനോടനുബന്ധിച്ച് കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ നിർത്താനുള്ള സഹായം ചെയ്യുക തുടങ്ങിയവയൊക്കെയാണത്രേ ഈ പുതിയ ടാസ്ക് ഫോഴ്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. മഹാരാഷ്ട്രയിൽ ഈ വർഷം പാസാക്കിയ മഹാരാഷ്ട്ര ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ട് 2026 അഥവാ ധർമ്മസ്വാതന്ത്ര്യ അധിനിയം, ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ തോതിൽ ന്യൂനപക്ഷങ്ങൾ ആശങ്കാകുലരാണെന്നാണ് വാർത്തകൾ പറയുന്നത്. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഹെയ്റ്റ് ക്രൈം വിക്ടിംസിന് വേണ്ടി അടിയന്തര സഹായങ്ങൾ എത്തിക്കാനോ നിയമസഹായങ്ങൾ നൽകാനോ മറ്റ് സാമൂഹ്യ സാമ്പത്തിക സഹായങ്ങൾ എത്തിക്കാനോ വേണ്ടി ഇങ്ങനെ ഒരു ടാസ്ക് ഫോഴ്സിന് വേണ്ടി ഇവർ പ്രവർത്തിക്കുന്നത്. ഇതിൽ സാമാജികന്മാർ, നിയമവിദഗ്ധർ, സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾ ഇവരെല്ലാം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. ഇവരുടെ എല്ലാം കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഇങ്ങനെ ഒരു ടാസ്ക് ഫോഴ്സിന് രൂപം നൽകി, അതായത് ത്വരിത പ്രതികരണ സംവിധാനം. വർഷങ്ങളായി വിവിധ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ മോബ് ലിഞ്ചിങ്, മറ്റ് രാമനവമി, ഗണേശോത്സവം, ദീപാവലി, ഹോളി, ഈദ് തുടങ്ങിയ ആഘോഷങ്ങൾക്കിടയിൽ നടക്കുന്ന അതിക്രമങ്ങൾക്കും ഹെയ്റ്റ് ക്രൈമുകൾക്കും സത്യം പറഞ്ഞാൽ ഒരു പരിഹാരവുമില്ലാതെ തുടരുകയാണ്. അതായത് ഹെയ്റ്റ് ക്രൈമിന് ഇരയാകുന്ന വ്യക്തിയുടെ സമൂഹത്തിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ അവൻ്റെ പ്രദേശത്തു നിന്നോ ആരെങ്കിലും അവനു വേണ്ടി ഒരു നിയമസഹായം ചെയ്തതായോ അവൻ്റെ കുടുംബത്തെ അവൻ്റെ മരണാനന്തരം സഹായിച്ചതായോ യാതൊരു വാർത്തകളും നാം ഇതേവരെ കേട്ടിട്ടില്ല. ഉത്ബുദ്ധരായ ധാരാളം ജനങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള പലരും വടക്കേ ഇന്ത്യയിൽ അവിടെയുള്ള കുട്ടികൾക്ക് കക്കൂസ് നിർമ്മിക്കാനും മദ്രസകൾ കെട്ടിക്കൊടുക്കാനും പള്ളി നിർമ്മിക്കാനും മറ്റ് മതപരമായ പല പ്രവർത്തനങ്ങളിലും കേരളത്തിൽ നിന്ന് പിരിച്ചെടുത്ത പണവുമായി സഹായ സന്നദ്ധരായി ചുറ്റി നടക്കുന്നതായി നാം വാർത്തകൾ കേൾക്കുന്നുണ്ടെങ്കിലും അവിടങ്ങളിൽ ഒന്നും തന്നെ ഇത്തരം ഹെയ്റ്റ് ക്രൈമുകൾക്ക് വിധേയരായി കൊല്ലപ്പെട്ട, വധിക്കപ്പെട്ട, തകർക്കപ്പെട്ട, ബുൾഡോസർ ചെയ്യപ്പെട്ട വീടുകളുള്ള ആളുകളെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാനുള്ള ഒരു നിയമത്തിന്റെ അകത്ത് നിന്നുകൊണ്ടുള്ള ഒരു സംവിധാനം ആരും ഉണ്ടാക്കിയതായി ഇതേവരെ കേട്ടിട്ടില്ല. ഏതായാലും മഹാരാഷ്ട്രയിൽ നിന്ന് ഇത്രയൊരു വാർത്ത കേൾക്കുന്നത് അത് വാർത്തയോടെ അവസാനിക്കുമോ എന്നറിഞ്ഞുകൂടാ. കാരണം നിയമവിധേയമായി നിയമത്തിനകത്ത് നിന്നുകൊണ്ട് സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളും മനുഷ്യാവകാശ സംഘടനകളും ചേർന്ന് ഇത്തരം വിക്ടിംസിന്, ഇത്തരം ഇരകൾക്ക് അടിയന്തര സഹായം എത്തിക്കാനുള്ള ഒരു സംവിധാനം ഏതായാലും ഇതിലേക്ക് ഗവൺമെന്റുകളുടെ ശ്രദ്ധ ആകർഷിക്കാനോ ഗവൺമെന്റുകളെ കൊണ്ട് ത്വരിതഗതിയിൽ നടപടിയെടുപ്പിക്കാനോ കുറ്റവാളികളെ കണ്ടെത്താനോ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനം എന്തായാലും ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് ഇങ്ങനെ സംവിധാനം ഉണ്ടാകുന്നതായി കേൾക്കുന്നത് വളരെ നല്ല പ്രതീക്ഷ നൽകുന്നതാണ്. ഇത് ഓരോ സംസ്ഥാനത്തും, ഇന്ത്യയിൽ ഓരോ സംസ്ഥാനത്തും അത്യന്താപേക്ഷിതമായ ഒരു സംവിധാനമാണ്. ഇത് സമൂഹം നോക്കാതെ, മുഖം നോക്കാതെ, മതം നോക്കാതെ, ജാതി നോക്കാതെ, ജാതിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇതിന് ഏറ്റവും വിധേയരാകുന്നത് ഹിന്ദു മതത്തിന്റെ ഭാഗമായി തന്നെ സങ്കല്പിക്കപ്പെടുന്ന ദളിതരും ആദിവാസികളും പിന്നോക്ക വിഭാഗങ്ങളുമാണ്. ചില സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ ഇവരുടെ മുൻപന്തിയിലാണ് നിൽക്കുന്നത്. ഇത്തരം അതിക്രമങ്ങൾക്ക് വിധേയരാകുന്ന കൂട്ടത്തിൽ മുസ്ലിങ്ങളുണ്ട്. എല്ലാ വിഭാഗം ആളുകളും ഇതിന് ഇരയാകുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ മുസ്ലിം സംഘടനകളായാലും മറ്റു മനുഷ്യാവകാശ ഗ്രൂപ്പുകളായാലും ഇത്തരം സംവിധാനങ്ങൾ, ഇത്തരം ടാസ്ക് ഫോഴ്സുകൾ ഓരോ സംസ്ഥാനത്തും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അതിലൂടെ നിയമ സഹായങ്ങളും സാമ്പത്തിക സഹായങ്ങളും മറ്റ് ചികിത്സാ സൗകര്യങ്ങളും ഇത്തരം വിക്ടിംസിന് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും സംഘടിതമായി തന്നെ, വ്യവസ്ഥാപിതമായി തന്നെ, ജനാധിപത്യ ഫ്രെയിംവർക്കിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. ഇത് എന്നോ ചിന്തിക്കേണ്ട കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോഴെങ്കിലും മഹാരാഷ്ട്രയിലെങ്കിലും ഇങ്ങനെ ചിന്തിച്ചല്ലോ എന്ന ആശ്വാസം തോന്നുന്നു. അവരന് സഹായം ചെയ്യുന്നതിൽ മുസ്ലിങ്ങൾ നല്ല മുൻപന്തിയിലാണെന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും മോശമല്ലാത്ത സാമ്പത്തിക സ്ഥിതി മുസ്ലിങ്ങൾക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. എന്നിട്ട് പോലും യു പിയിലോ ബീഹാറിലോ
ഗുജറാത്തിലോ അതല്ലെങ്കിൽ അതേപോലെ പേരെടുത്ത് പറയാത്ത ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് എത്രയോ കൂട്ടക്കൊലകൾ ഇതുപോലെയുള്ള മോബ് ലിഞ്ചിങ്ങുകൾ നടന്നിട്ടും ഒരാൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. യു പിയിലും മറ്റ് അനവധി സംസ്ഥാനങ്ങളിലും ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആ മനുഷ്യർക്ക് അവരുടെ കുടുംബത്തിൽ നിന്നൊരാളില്ലേ, അവരുടെ നാട്ടിലൊരാളില്ലേ, അവർക്കൊരു പരിചയക്കാരനില്ലേ എന്ന് നാം അതിശയിച്ചു പോകും. അവർ നടു റോട്ടിൽ കിടന്ന് കൈകൂപ്പി നിലവിളിക്കുന്നത് കേൾക്കാം. അവർ നിഷ്കരണം അടിച്ചു കൊല്ലുന്നതും കാണാം. അത് തന്നെ, അതോടെ ആ വാർത്തയും തീർന്നു. ആ ചെയ്തവർക്ക് വല്ല ശിക്ഷ കിട്ടിയെന്നോ അവരെക്കുറിച്ച് പോലീസ് എന്തെങ്കിലും നടപടിയെത്തുന്നോ നമുക്കറിയാൻ പാടില്ല. അറിയാനോ അന്വേഷിക്കാനോ ആളുമില്ല. ആ അവസ്ഥയിലാണ് മഹാരാഷ്ട്രയിലെ പുതിയ സംരംഭം, ഇങ്ങനൊരു ടാസ്ക് ഫോഴ്സ് നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്നത്. യു പിയിലെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, മുഹമ്മദ് അഖ്ലാഖിന് ആട്ടിറച്ചി പോലും വീട്ടിൽ സൂക്ഷിച്ച ബീഫ് ആണെന്ന് പറഞ്ഞ് അടികൊണ്ട് ചാകേണ്ടി വരും. അതേ യു പിയിൽ തന്നെയാണ് ധനാട്യരായ ഇർഫാൻ അലാന പോലുള്ള കൂട്ടർ. അവർ മുസ്ലിം പ്രമാണിമാരാണ്. അവർ കോടികളുടെ സമ്പാദ്യം, വിദേശ നാണയം സമ്പാദിക്കുന്ന ഇതേ മാംസം കയറ്റി അയച്ചുകൊണ്ട്, ബീഫ് കയറ്റി അയച്ചുകൊണ്ട്. ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിൽ മുസ്ലിങ്ങളുടെ പങ്കും കുറവല്ല ബീഫ് കയറ്റുമതിയിൽ. ഇർഫാൻ അലാനമാർക്ക് കോടിക്കണക്കിന് ബീഫുകൾ കയറ്റി അയക്കാം. മുഹമ്മദ് അഖ്ലാഖുമാർക്ക് 1 കിലോ മാംസം, ബീഫെന്ന് നിർബന്ധമില്ല, മറ്റേത് മാംസം പോലും കഴിക്കാൻ നിർവാഹമില്ല, അവർ തല്ലിക്കൊല്ലപ്പെടും. ഇതാണ് ഇന്ത്യ. ഇവിടെയാണ് ഇത്തരം ടാസ്ക് ഫോഴ്സുകളുടെ ആവശ്യകത നാം കാണുന്നത്. എത്രയോ പ്രമാണിമാരും ധനികരുമായിട്ടുള്ള ആളുകളുണ്ട് യു പിയിലും മറ്റും, മുസ്ലിങ്ങളായി തന്നെ. എന്നിട്ടും പട്ടാപ്പകൽ നടു റോട്ടിലിട്ട് ജനക്കൂട്ടം പശുവിനെ തെളിച്ചു കൊണ്ടുപോയി എന്നതിന്റെ പേരിൽ തല്ലിക്കൊല്ലപ്പെടുമ്പോൾ ചോദിക്കാനോ പറയാനോ ഒരു നിയമസഹായം നൽകാനോ ആ മരണാനന്തര വ്യക്തിയുടെ വീട്ടിൽ എന്തെങ്കിലും സഹായം എത്തിച്ചു കൊടുക്കാനോ ഒരു മനുഷ്യരുമില്ല എന്നുള്ളതാണ്. മുസ്ലിങ്ങൾ അവരുടെ സഹായങ്ങൾ ചെറുപെരുന്നാളിന് ഫിത്ർ സക്കാത്ത് കൊടുത്തിട്ടും വലിയ പെരുന്നാളിന് ഉയർത്തെറുക്കുന്നതിന്റെ മാംസം വിതരണം ചെയ്തിട്ടും 27 രാവിന് ഉമ്മർത്ത് വരുന്നപ്പോൾ ആൾക്ക് പിച്ച നൽകിയിട്ടും മറ്റ് അറബി കോളേജിനും പള്ളിക്കും സംഭാവന നൽകിയിട്ടും മാത്രം തീർക്കേണ്ടതല്ല. ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ സ്വന്തം സമുദായം ഇത്ര മൃഗീയമായി മതത്തിന്റെ വിശ്വാസത്തിന്റെ മാത്രം പേരിൽ തല്ലിക്കൊല്ലപ്പെടുമ്പോൾ ഒന്ന് ചോദിക്കാൻ, പകരം വീട്ടാനല്ല, മതപരമായ വർഗീയ കലാപം ഉണ്ടാക്കാനല്ല, ആ വ്യക്തിക്കൊരു സഹായം ചെയ്യാൻ, ആ വ്യക്തിയെ ചെയ്തവന് അവന്റെ സമുദായത്തെ ഉപദ്രവിക്കാനോ അവർക്കെതിരെ തിരിച്ചടിക്കാനോ അല്ല പറയുന്നത്. ആ വ്യക്തിക്കൊരു സഹായം ചെയ്യാൻ ഓടിയെത്താൻ ഒരു സംവിധാനങ്ങളും നിലവിലില്ലല്ലോ എന്ന് വിഷമം തോന്നുന്നു. കോടാനുകോടി രൂപ വർഷത്തിൽ ഹജ്ജിനും കോടിക്കണക്കിന് രൂപ മാസാമാസം ഉംറക്കും മറ്റെല്ലാ കാര്യങ്ങൾക്കും ദൂർത്തും ആഡംബരത്തിനും ചെലവഴിക്കുന്ന ഒരു സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഈ തരത്തിൽ കേവലം ഒരു മൃഗത്തിന്റെ പേരിൽ തല്ലിക്കൊല്ലപ്പെടുന്നത്, കേവലം ഒരു വിശ്വാസത്തിന്റെ പേരിൽ മോബ് ലിഞ്ചിങ്ങിന് ഇരയാക്കപ്പെടുന്നത്. ഇത് ചോദിക്കാനും പറയാനും നിയമസഹായം എത്തിക്കാനും മറ്റു രീതിയിൽ സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഒരു സംവിധാനം കൂടിയേ തീരൂ. അത് വളരെ വൈകാതെ തന്നെ നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലും അനിവാര്യമായി തീരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് മഹാരാഷ്ട്രയിലാണെങ്കിൽ യു പിയിലാണെങ്കിൽ ഇതിന്റെ ആവശ്യകത, നാളെ കേരളത്തിലും മറ്റെല്ലാ പ്രദേശത്തും ഇത്തരം ടാസ്ക് ഫോഴ്സുകളുടെ ആവശ്യം നേരിടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം ടാസ്ക് ഫോഴ്സിനെ പറ്റി ഇപ്പോൾ മഹാരാഷ്ട്രയിൽ രൂപം കൊടുക്കുന്നതിനെ പറ്റി തന്നെ വിമർശകർ ധാരാളമുണ്ട്. അത് മനുഷ്യർക്കിടയിലുള്ള സ്പർദ്ധ വർദ്ധിപ്പിച്ച് പ്രചരിപ്പിച്ച് അതിന്റെ പേരിൽ ബലിയാടാക്കപ്പെടുന്നവരെ സഹായിക്കാനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണ് മറ്റൊരു സ്പർദ്ധ ഉണ്ടാക്കുക? തീർച്ചയായും ഒരു ഇരക്ക് സഹായം ചെയ്യുന്നത് ആ ഇരയോട് കാണിച്ച അതിക്രമത്തിന് അവന്റെ എതിർ പാർട്ടിയിലുള്ളവരെ പകരം വീട്ടുകയല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇരയാക്കപ്പെടുന്നവരെ സഹായിക്കുക എന്നുള്ളത് മാത്രമാണ്. നിയമസഹായമോ സാമ്പത്തിക സഹായമോ മറ്റേതെങ്കിലും തരത്തിലുള്ള അടിയന്തരമായി ആവശ്യപ്പെടുന്ന സഹായം എന്താണെന്ന് കണ്ടെത്തി FIR തയ്യാറാക്കാൻ സഹായിച്ച് നമ്മുടെ അതുമായി ബന്ധപ്പെട്ട ഡാറ്റകൾ ശേഖരിച്ച് സർക്കാരുകളെയോ നിയമ സംവിധാനങ്ങളെയോ ഏൽപ്പിക്കുക, ഈ വക പ്രവർത്തനങ്ങൾ ചെയ്യാൻ കേരളത്തിലുള്ള അത്ര പോലും സംവിധാനങ്ങളോ സൗകര്യങ്ങളോ സാഹചര്യങ്ങളോ ദരിദ്രരായ മുസ്ലിങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ല എന്ന് കാണാം. അവിടുത്തെ ധനികരും അവരുടെ പ്രമാണിമാരും നവാബുമാരും ഖാൻ ബഹദൂർമാരും ഷെയ്ഖുമാരും സയ്യിദുമാരും ധനികരും അവരും അവരുടെ കൗണ്ടർ പാർട്ടുകളായ മറ്റ് സമുദായക്കാരും തുല്യരാണ്. അവരെല്ലാം തമ്മിൽ വലിയ സൗഹൃദത്തിലുമാണ്. പക്ഷേ താഴേക്കിടയിലുള്ള ദളിത്, ആദിവാസി, മുസ്ലിം സമൂഹങ്ങൾ എന്നും ഒറ്റപ്പെട്ടിട്ടാണ്. അവർ എന്നും അതിക്രമങ്ങൾക്ക് ഇരയായിക്കൊണ്ടേയിരിക്കുകയാണ്.
അവർക്ക് നിയമത്തിന്റെ സമീപിക്കാനുള്ള കെൽപ്പില്ല, അവരെ സഹായിക്കാനൊട്ട് ആളുമില്ല. സ്വന്തം സമുദായം എന്ന് മുറവിളി കൂട്ടുമ്പോഴും സഹായത്തിന് ആരുമില്ല. അതെല്ലാം പ്രമാണിമാർക്ക് അവരുടെ സമ്പത്തും അവരുടെ സൗകര്യങ്ങളും സംരക്ഷിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് സമുദായ നാമങ്ങളും സമുദായത്തിന്റെ പേരിലുള്ള സംവിധാനങ്ങളും. ഏതായാലും ഹെയ്റ്റ് ക്രൈമിന് ഇരയാകുന്നവർക്കുള്ള അടിയന്തര സഹായത്തിനും മറ്റ് സൗകര്യങ്ങളും ഏർപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ, ടാസ്ക് ഫോഴ്സുകൾ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെ എല്ലാ ജില്ലകളിലും ഉണ്ടാവേണ്ടി വരും. സർക്കാരുകളും ഭരണകൂടങ്ങളും ഓരോ ജനങ്ങളുടെയും അടുത്തേക്ക് അവരുടെ സംവിധാനങ്ങളും സൗകര്യങ്ങളും എത്തിക്കാൻ പ്രയാസപ്പെടുന്നിടത്ത് ഇത്തരം NGO-കൾക്കും ഇത്തരം സംവിധാനങ്ങൾക്കും വലിയ തോതിൽ സഹായങ്ങൾ എത്തിക്കാൻ കഴിയും. യൂറോപ്പിനെ പോലെയുള്ള ജനസംഖ്യ താരതമ്യേന കുറഞ്ഞ സ്ഥലങ്ങളിൽ എല്ലാ പെൻഷനും എല്ലാ സൗകര്യങ്ങളും എത്തിക്കുന്നത് അവിടുത്തെ സർക്കാരുകളാണെങ്കിൽ, ഇവിടെ ഇത്രയും ജനബാഹുല്യം നിറഞ്ഞ നമ്മുടെ പോലെയുള്ള രാജ്യത്ത് തീർച്ചയായും NGO-കൾക്ക്, സാമൂഹ്യ സംഘടനകൾക്ക്, മനുഷ്യാവകാശ പ്രവർത്തകർക്ക് ഇത്തരം സംവിധാനങ്ങൾ ഓർഗനൈസ്ഡായി ചെയ്യാൻ കഴിയും. ഓരോ ഇൻഡിവിജ്വലിന്റെയും താല്പര്യത്തിനനുസരിച്ച് അവനിഷ്ടമുള്ളവർക്ക് വാരിക്കോരി കൊടുക്കുന്നതിനേക്കാൾ മഹത്തരമാണ് അതൊരു ഓർഗനൈസ്ഡ് രീതിയിൽ അതിൽ ഏറ്റവും അവകാശികളായ ആളുകൾക്ക് ആദ്യം എന്ന നിലക്ക് എത്തിക്കുന്നത്. ഏതെങ്കിലും ധനാഢ്യന്മാർ അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് അവരുടെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിന്റെ ഭാഗമായി കോടികൾ വാഗ്ദാനം ചെയ്യുന്നതും കൊടുക്കുന്നതും വാരി വിതറുന്നതും കാണാം. പക്ഷേ അതിനേക്കാളൊക്കെ മെച്ചമാണ് ഇന്ന് മഹാരാഷ്ട്രയിൽ അവർ രൂപം കൊടുക്കാൻ പോകുന്ന ഈ ടാസ്ക് ഫോഴ്സിന്റെ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും എന്ന് മനസ്സിലാക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അതായത് ചെയ്യുന്ന കർമ്മങ്ങൾ അതൊരു സമൂഹത്തിന് പക്ഷപാതമില്ലാതെ അത് എല്ലാവർക്കും നീതി നടപ്പിലാക്കുന്ന വിധത്തിൽ അതിനെ വ്യവസ്ഥാപിതമായി കൊടുക്കണം. ഏതെങ്കിലും ഒരാൾക്ക് അർഹമായതിലധികം വാരിക്കോരി കൊടുക്കുന്നതിൽ വലിയ കഴമ്പൊന്നും കാണുന്നില്ല. അതൊരു ദാനമാണെന്നോ ധർമ്മമാണെന്നോ കരുതാനുമാവില്ല. ഭരണകൂടങ്ങൾക്ക് സഹായകമാവുന്ന വിധത്തിൽ, രാജ്യത്ത് നിയമവാഴ്ച ഉറപ്പുവരുത്തുന്ന വിധത്തിൽ സാമൂഹ്യവും സാമുദായികവുമായ എല്ലാ സമത്വങ്ങളും പാലിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്കിത്തരം സംഘടനകൾക്ക് രൂപം കൊടുക്കാം. സന്നദ്ധ സംഘടനകൾ ധാരാളമുണ്ട്. ഒന്നും കുറവുള്ള സ്ഥലമല്ല നമ്മുടെ കേരളമൊന്നും. പക്ഷേ ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ നേരെ മറിച്ചാണ്. ഇവിടെയുള്ള അത്ര സംവിധാനങ്ങളോ സാമൂഹ്യ സേവന സന്നദ്ധ പ്രവർത്തനങ്ങളോ മറ്റ് സംസ്ഥാനങ്ങളിൽ കാണാനാവില്ല. അവരുടെ ധനമില്ലാഞ്ഞിട്ടല്ല, ധനികരില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവരുടെ മനുഷ്യബന്ധങ്ങൾ വളരെ അകന്നതാണ്. അവർക്കിടയിൽ വലിയ ഗ്യാപ്പുണ്ട് എന്ന് കാണാം. സമ്പന്നനും ദരിദ്രനും തമ്മിൽ വിപുലമായ തോതിൽ ഗ്യാപ്പുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ. കേരളത്തിൽ അത് താരതമ്യേന കുറവാണ് എന്നുള്ളതാണ്. എങ്ങനെയായാലും നമ്മുടെ കേരളത്തിലെ ഒരു നടു റോട്ടിൽ വെച്ച് ഒരു മോബ് ഒരാളെ തല്ലിക്കൊല്ലും എന്ന് നമുക്ക് ഇപ്പോൾ സങ്കല്പിക്കാനാവില്ല. എങ്കിലും സംഭവിച്ചു കൂടായികയില്ല. മാത്രമല്ല, ക്രൈം റേറ്റ് ദിനം പ്രതി എന്നോണം ഉയർന്നു വരികയാണ്. നമ്മൾ കേരളത്തിൽ തന്നെ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകളിൽ അസ്വസ്ഥരാകുമ്പോഴും ഇതിന്റെ 10 ഇരട്ടിയോ 100 ഇരട്ടിയോ ആണ് മറ്റു പല സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സ്ഥിതി വിവര കണക്കുകൾ പറയുന്നത്. രാജ്യത്തെന്നല്ല, ലോകത്ത് എവിടെ നടക്കുന്ന ഒരു തിന്മക്കും നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ പരിസരത്തും എത്താൻ അധിക ദൂരമൊന്നും സഞ്ചരിക്കേണ്ടി വരില്ല. രോഗാണുക്കളും കുറ്റകൃത്യങ്ങളും അതിവേഗമാണ് സഞ്ചരിക്കുക. രോഗാണുക്കൾക്ക് വായുവോ വെള്ളമോ മറ്റു മീഡിയകൾ വേണമായിരിക്കും, പക്ഷേ കുറ്റകൃത്യങ്ങൾക്ക് ഇതൊന്നും വേണ്ട. ഏതായാലും ഹെയ്റ്റ് ക്രൈമുകൾക്കെതിരെ ഒരു ടാസ്ക് ഫോഴ്സ് മഹാരാഷ്ട്രയിലെ നല്ലവരായ മനുഷ്യർ ആസൂത്രണം ചെയ്യുന്നു എന്ന് കേട്ടതിൽ സന്തോഷം. അത് രാജ്യത്തിന് മുഴുവൻ മാതൃകയായി തീരട്ടെ എന്നും ആശംസിക്കുന്നു.